മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നടന്നുവന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ചു. അവസാന ദിവസം അരങ്ങേറിയ 60 വാദ്യകലാകാരന്മാരുടെ പഞ്ചാരിമേളം കണ്ണിനും കാതിനും കുളിർമഴയായി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ദേശാധിപനായി വാഴുന്ന മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഏപ്രിൽ 17 മുതൽ നടന്നുവന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവമാണ് 23-ന് പര്യവസാനിച്ചത്. സമാപന ദിനമായ വ്യാഴാഴ്ച രാവിലെ 5 മണിയോടെ മഹാഗണപതി ഹോമവും തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങളും നടന്നു. ശേഷം രാവിലെ 7:34 മുതൽ 9:39 വരെയുള്ള പുണർദം 2-ാം കാലിൽ ഇടവൻ രാശി മുഹൂർത്തത്തിലായിരുന്നു ദേവപ്രതിഷ്ഠാകർമ്മം. ഇതിനുശേഷം അനുബന്ധ കലശാഭിഷേക ചടങ്ങുകളും നടന്നു. തുടർന്നാണ് മടിയൻ നാരായണമാരാരും കേരളത്തിലെ പ്രഗത്ഭരായ 60ഓളം വാദ്യകലാകാരന്മാരും അണിനിരന്നുള്ള അതിഗംഭീരമായ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറിയത്. കണ്ണിനും കാതിനും കുളിർമ പകർന്ന പഞ്ചാരിമേളം ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റി. മടിയൻ നാരായണമാരാറെ ക്ഷേത്രം തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായർ പട്ടും വളയും ആചാരപ്പേരും നൽകി ആദരിക്കുകയും ചെയ്തു. ശേഷം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടന്നു. പരിപാടിയിൽ നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി. വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണമാരാർ നാരായണമാരാരെ പരിചയപ്പെടുത്തി. ഡോക്ടർ വാദ്യപ്രവീൺ ചെറുതാഴം കുഞ്ഞിരാമമാരാർ നാരായണമാരാരെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. വി നാരായണൻ കീർത്തിപത്രവും സമർപ്പിച്ചു. കെ വി അശോകൻ, പി വിജയൻ, എ വി പവിത്രൻ, രാജൻ പാലക്കി, രാജേഷ് തൃക്കണ്ണാട്, സുരേഷ് ചന്തയിൽ, റിജേഷ് മടിയൻ, എ കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. കൊട്ടില ഉണ്ണികൃഷ്ണമാരാർ നീലേശ്വരം നന്ദി പറഞ്ഞു. മഹോത്സവത്തിൻ്റെ അന്നദാനത്തിലെ പാചകത്തിന് നേതൃത്വം നൽകിയ പുല്ലൂരിലെ എ കൃഷ്ണൻ, ശശി മാസ്റ്റർ തീർത്ഥത്തിൽ, സുരേശൻ വേലാശ്വരം എന്നിവരെയും സമാപന ഭാഗമായി ആദരിച്ചു. കൂടാതെ തെയ്യമ്പാടി കലാകാരന്മാരായ പ്രകാശൻ പുന്നാട്, രഞ്ജിത്ത് പുന്നാട്, ഷാജി പുന്നാട് എന്നിവരെയും ആദരിച്ചു. തുടർന്ന് സ്വരാമത് നെക്ടർ ഓഫ് മ്യൂസിക് നോട്ട്സ് ഭജന അവതരിപ്പിച്ചു. ശേഷം അന്നദാനം നടത്തി. ബ്രഹ്മകലശ മഹോത്സവത്തിൻ്റെ പരിസമാപന ഭാഗമായി ക്ഷേത്രത്തിൽ മെയ് 3 വൈകുന്നേരം 6 മണിക്ക് ലക്ഷദ്വീപ സമർപ്പണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.